ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന അവിജ്ഞാത സഖാവായ ഈശ്വരനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് നിത്യമായ സൗഖ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ ആ അവിജ്ഞാത സഖാവിനെ മറന്നുകൊണ്ട് സുഖം തേടി അലയുന്നത് പുറത്താണ്. അങ്ങനെ സുഖം തേടി പുറത്തലയുന്നതിനെയാണ് പുരഞ്ജനൻ തൻ്റെ സുഹൃത്തുക്കളോടുകൂടി ഓരോരോ ദേശത്തിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ ആദ്യം ചക്ഷുരിന്ദ്രിയം എന്ന ആ ഇന്ദ്രിയത്തിൻ്റെ പേരായിട്ട്, ആ സുഹൃത്തിൻ്റെ പേരായിട്ടാണ് ദ്യുമാൻ എന്ന് പറഞ്ഞത്. ഇനി പോയ ദേശം എന്നാൽ വിഭ്രാജിത ദേശം. അതായത് ആ ചക്ഷുരിന്ദ്രിയം കൊണ്ട് കണ്ട് ഒപ്പിയെടുക്കുന്ന, മനസ്സിലേക്ക് നമ്മൾ ഗ്രഹിച്ചെടുക്കുന്ന, ആഹരിച്ചെടുക്കുന്ന ദ്രവ്യനിഷ്ഠമായ രൂപങ്ങളുടെ സ്ഫുരണം, അതാണ് വിഭ്രാജിത ദേശം. ഇങ്ങനെ പല കാഴ്ചകളിലൂടെ മനസ്സ് മയങ്ങിയിട്ട് അതിലാണ് സുഖം എന്ന് ചിന്തിക്കാറുണ്ട്. ഇനി അടുത്തത് പറയുന്നു, 11ാമത്തെ ശ്ലോകം. നളിനി നാളിനി നാസേ ഗന്ധഃ സൗരഭ ഉച്യത്തെ ഘ്രാണഃ അവധൂതഃ ഘ്രാണോ അവധൂതോ മുഖ്യ ആസ്യം മുഖ്യ ആസ്യം വിപണഃ വിപണോ വാഗ് രസവിദ് രസഃ വാഗ് രസവിദ് രസഃ. ഇനി നാസേ, രണ്ട് നാസികാദ്വാരങ്ങൾ, നളിനി നാളിനി, ഈ രണ്ട് പേരുള്ള നിഗമമാർഗങ്ങൾ, പുറത്തേക്കുള്ള ഉമ്മറപ്പടികളായിട്ട് പറയുന്നു. ഗന്ധഃ, ഗന്ധം എന്നതിനെയാണ് സൗരഭഃ, സൗരഭദേശം എന്ന് പറഞ്ഞത്. ഘ്രാണഃ, ഘ്രാണേന്ദ്രിയമാണ് അവധൂതഃ, അവധൂതൻ. ആസ്യം, വായ എന്ന മുഖ്യ, മുഖ്യമായ പുറത്തേക്കുള്ള മാർഗം, നിഗമമാർഗം. ഇനി വാഗ്, വാഗിന്ദ്രിയം എന്നതിനെയാണ് വിപണഃ, വിപണൻ എന്ന് പേര് പറഞ്ഞത്. രസഃ, രസനേന്ദ്രിയം. രസവിത്, രസജ്ഞൻ എന്ന് ഉച്യത്തെ, പറയപ്പെടുന്നു. പുരഞ്ജനോപാഖ്യാനത്തിൽ പറഞ്ഞിരുന്നു, നളിനി നാളിനി എന്ന് പേരായി കിഴക്ക് ഭാഗത്തുള്ള രണ്ട് നിഗമന മാർഗങ്ങൾ ഒരേ ഇടത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. അതായത് നമ്മുടെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങൾ. അവയിൽ കൂടെ അവധൂത സഖഃ, അവധൂതൻ എന്ന സഖാവോടുകൂടി സൗരഭം എന്ന ദേശത്തിലേക്ക് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അവധൂതൻ എന്ന് വെച്ചാൽ വായു അധിഷ്ഠിതമായ ആ ഘ്രാണം, ഗന്ധം മണത്തെടുക്കാനുള്ള കഴിവ്, അതാണ് അവധൂതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗരഭദേശം എന്നാൽ ഗന്ധം. ആ ഗന്ധത്തെ, പുറത്ത് കിട്ടുന്ന സുഗന്ധത്തെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ജീവാത്മാവ് പുറത്തേക്ക് അലയാറുണ്ട് എന്നതിനെയാണ് ഇവിടെ നാസികയിൽ കൂടെ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ പറഞ്ഞത് കിഴക്കു ഭാഗത്ത് തന്നെ മുഖ്യ എന്ന് പേരായിട്ട് മറ്റൊരു നിഗമന മാർഗമുണ്ട്. ആ ഒരു നിഗമന മാർഗത്തിലൂടെ പോകുമ്പോൾ പക്ഷേ രണ്ട് സഖാക്കളോടുകൂടെയാണ് പോയത്. അത് രസജ്ഞൻ, വിപണൻ. എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, വായ കൊണ്ട് രണ്ട് കാര്യങ്ങളാണ്, നമ്മൾ സംസാരിക്കുകയും ചെയ്യും, ഒപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് രണ്ട് സുഹൃത്തുക്കളോടുകൂടെ പുറത്തേക്ക് പോയി എന്ന് പറയുന്നത്. അതായത് രസജ്ഞൻ എന്ന് വെച്ചാൽ രസനേന്ദ്രിയത്തിലൂടെ നമ്മൾ ഭക്ഷണം ആസ്വദിക്കുന്നു. പുറത്ത് കാണുന്ന എന്തൊക്കെ ഭക്ഷണമാണോ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക, അതിനുവേണ്ടി ഇങ്ങനെ കൊതിയോടെ നമ്മൾ പോകാറുണ്ട്. അതേസമയം വിപണൻ എന്നതുകൊണ്ട് വാഗിന്ദ്രിയം, അതുകൊണ്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നു, വേണ്ടതും വേണ്ടാത്തതുമൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അവിടെ പറഞ്ഞത് രസജ്ഞൻ, വിപണൻ എന്നീ രണ്ട് സഖാക്കളോടുകൂടി ആപണം, ബഹൂദനം എന്നീ രണ്ട് ദേശങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ആപണം എന്നാൽ ഭാഷണം, വേണ്ടതും വേണ്ടാത്തതുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക.
ബഹൂദനം എന്ന് വെച്ചാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ വായ കൊണ്ട് നമ്മൾ പ്രധാനമായും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതിനായി നമ്മൾ ആ മനസ്സുകൊണ്ട് ബാഹ്യമായിട്ട് അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 12ാമത്തെ ശ്ലോകത്തിൽ ഇതിന്റെ ഒരു വ്യാഖ്യാനവും കൂടെ കൊടുക്കുന്നുണ്ട്. आपणः आपणो व्यवहारः अत्र व्यवहारो अत्र चित्रम् अन्धः चित्रमन्धो बहूदनं पितृहूः दक्षिणः पितृहूर्दक्षिणः कर्ण उत्तरः उत्तरो देवहूः स्मृतः. വായയുടെ വ്യവഹാരഃ വ്യാപാരമായിട്ടാണ് ഇവിടെ ആപണഃ ആപണൻ എന്ന് വാഗീന്ദ്രിയ വ്യാപാരത്തെ പറഞ്ഞത്. അപ്പോൾ ആപണം എന്ന ദേശത്തേക്ക് പോയി എന്ന് വെച്ചാൽ വാഗീന്ദ്രിയങ്ങളെ കൊണ്ട് ഒരുപാട് സംസാരിക്കുന്നു. ഇനി ചിത്രം അന്ധഃ അന്ധഃ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കഴിക്കാൻ യോഗ്യമായ ഭക്ഷണ പദാർത്ഥം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിത്രമായിട്ടുള്ള അന്ധഃ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥം എന്നതിനെയാണ് ഇവിടെ ബഹൂദനം എന്ന ദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞത് കാതുകളെ കുറിച്ചാണ്. ദക്ഷിണഃ കർണഃ വലത്തെ കാത് പിതൃഹൂഹു പിതൃഹു എന്ന നിഗമ മാർഗം. ഉത്തരഃ ഇടത്തേത് ഇടത്തെ കാത് ദേവഹൂഹു ദേവഹു എന്ന നിഗമ മാർഗം എന്ന് അത്ര സ്മൃതഃ ഈ രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. പുരഞ്ജനോപാഖ്യാനത്തിൽ പറഞ്ഞത് തെക്കുഭാഗത്ത് പിതൃഹു എന്നു പേരായ നിഗമന മാർഗത്തിൽ കൂടെ ശ്രുതധരൻ എന്ന സഖാവോടുകൂടി തെക്കൻ പഞ്ചാലം എന്ന ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇനി അടുത്തത് പറഞ്ഞത് പുരിയുടെ വടക്ക് ഭാഗത്ത് ദേവഹു എന്നു പേരായ നിഗമന മാർഗമുണ്ട്. അതിൽ കൂടെ പോയ ആ സുഹൃത്തിന്റെ പേരും ശ്രുതധരൻ എന്ന് തന്നെയാണ്. നേരത്തെ വായ ഒരേ ഒരു ഇന്ദ്രിയമാണെങ്കിലും പോയ സുഹൃത്തുക്കൾ രണ്ടാണ്. ഇവിടെ രണ്ട് നിഗമന മാർഗങ്ങൾ ഉണ്ടെങ്കിലും പോയ സുഹൃത്ത് ഒന്നാണ്, ശ്രുതധരൻ. അങ്ങനെ ദേവഹു എന്നു പേരായ നിഗമന മാർഗത്തിൽ കൂടെ വടക്കൻ പഞ്ചാലം എന്ന ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇതൊക്കെ എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വ്യാഖ്യാനിക്കുന്നത്. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാല സപ്ഞിതം പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാത് ശ്രോത്രാത് ശ്രുതിധരാത് വ്രജേത്. പ്രവൃത്തം ച കർമ്മകാണ്ഡമായിട്ടുള്ള പ്രവൃത്തി മാർഗശാസ്ത്രം, അതായത് വേദത്തിൽ തന്നെ കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഉണ്ട്. വേദത്തിന്റെ ആദ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഓരോ വർണ്ണത്തിലുള്ളവർ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ്, അതിൻ്റെ ഫലങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കർമ്മകാണ്ഡമാണ് ആദ്യം. ഇതിനെയാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനം വേദാന്തം, ഉപനിഷത്ത്, ഇതിനെയാണ് നിവൃത്തം ശാസ്ത്രം, നിവൃത്തി മാർഗശാസ്ത്രം. ഈ രണ്ട് ശാസ്ത്രങ്ങളെയാണ് പഞ്ചാല സപ്ഞിതം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദക്ഷിണ ഉത്തര പഞ്ചാല ദേശങ്ങൾ എന്ന് പറഞ്ഞത് ഇതിനെയാണ്. ഇനി ശ്രുതധരൻ എന്നത് ശ്രോത്രേന്ദ്രിയമാണ്. ശ്രോത്രാത് ശ്രുതധരാത്, ശ്രോത്രേന്ദ്രിയമാവുന്ന ശ്രുതധരൻ വഴിയാണ് ഇതൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ശ്രുതധരനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത്. ഇതിൽ കർമ്മമാർഗത്തിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ സഞ്ചരിക്കുന്നവരൊക്കെ തന്നെ പോകുന്നത് അവസാനം മരണാനന്തരം പോകുന്നത് പിതൃപാതയിലേക്കാണ്, പിതൃയാനത്തിലേക്ക്. അതിനെയാണ് പിതൃഹു എന്ന് വിളിച്ചത്. ഇനി നിവൃത്തി മാർഗത്തിലേക്ക് പോകുന്നവർ ദേവയാനത്തിലേക്ക് പോകുന്നു, അതാണ് ദേവഹു. ഇങ്ങനെ വ്രജേത് ജീവാത്മാവ് പോകും എന്നതിനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊക്കെ സൂചിപ്പിച്ചത്. പിതൃഹു എന്നതുകൊണ്ട് വലത്ത് ഭാഗത്തെ ചെവിയും ദേവഹു എന്നതുകൊണ്ട് ഇടത്തെ ചെവിയുമാണ്. തെക്കൻ പഞ്ചാലം എന്നാൽ പ്രവൃത്തി ലക്ഷണമായ കർമ്മകാണ്ഡം, വടക്കൻ പഞ്ചാലം നിവൃത്തി ലക്ഷണമായ ജ്ഞാനകാണ്ഡം, ശ്രുതധരൻ എന്നാൽ ശ്രോത്രേന്ദ്രിയം. നമ്മൾ കേൾക്കുന്ന സമയത്ത് കൂടുതൽ കേൾവിക്ഷമതയുള്ളത് വലത്തെ കാതാണ്.
ആ കാതാണ് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൽ ആദ്യം നമ്മൾ കേൾക്കുന്നത് കർമ്മകാണ്ഡമാണ്. ഈ കർമ്മകാണ്ഡത്താൽ നമ്മൾ ഈ ജീവിതത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, വിഹിതമായിട്ടുള്ളത് എന്താണോ എന്ന് അറിഞ്ഞ് അനുഷ്ഠിച്ച് പിതൃക്കളാൽ ആഹൂതനായിട്ട് പിതൃയാനത്തെ പ്രാപിക്കുവാൻ ഉതകുന്നത് എന്ന ആശയത്തിലാണ് വലത്തെ കാതിനെ പിതൃഹു എന്ന് വിളിച്ചത്. ഇനി ഈ കർമ്മകാണ്ഡത്തിൽ പോയിക്കൊണ്ടിരിക്കെയാണ് ഇതിലൊന്നും ഒരർത്ഥമില്ല എന്ന് തോന്നുമ്പോൾ പതുക്കെ മാത്രമാണ് ഈ ഇടത്തെ കാതുകൊണ്ട് ജ്ഞാനമാർഗത്തെ കേൾക്കുന്നത്. അങ്ങനെ പിന്നീട് കേൾക്കുന്ന ജ്ഞാനകാണ്ഡത്താൽ ദേവയാന പ്രാപ്തിക്ക് സാധകമാകുന്ന ഇടത്തെ കാതിനെ ദേവഹു എന്ന് വിളിക്കുന്നു. 5 വിഷയങ്ങൾക്ക് പ്രകാശമായിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇതിനെ പഞ്ചാലം എന്ന് ആ ദേശത്തെ, അതായത് നമ്മുടെ വലത്തെ ചെവി കൊണ്ടും ഇടത്തെ ചെവി കൊണ്ടുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നതും ഈ പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകളെയും ആണ്. അതുകൊണ്ടാണ് അതിനെ പഞ്ചാലദേശം എന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പടിഞ്ഞാറ് ഭാഗത്ത് അഥവാ കീഴ്ഭാഗത്തുള്ള 2 ദ്വാരങ്ങളെ കുറിച്ചാണ് 14ാമത്തെ ശ്ലോകം. ആസുരി മേഢ്രം അർവാക് ദ്വാഹ വ്യവായഃ മേഢ്രമർവാക് ദ്വാർ വ്യവായോ ഗ്രാമീണാം രതിഹി ഉപസ്ഥഃ ഉപസ്ഥോ ദുർമതഃ പ്രോക്തഃ പ്രോക്തോ നിരുതിഹി ഗുദ നിരുതിർഗുദ ഉച്യത്തെ. മേഢ്രം ജനനേന്ദ്രിയം, ആസുരി ആസുരി എന്ന് പറയപ്പെട്ട അർവാക് കീഴ്വശത്തുള്ള ദ്വാഹ ദ്വാരമാണ്. വ്യവായഃ സ്ത്രീ പുരുഷ സംഗമത്തെ, ഗ്രാമീണാം രതിഹി ലൈംഗിക സുഖമായും, ഉപസ്ഥഃ അതിന് സഹായിക്കുന്ന ആ ഗുഹ്യേന്ദ്രിയത്തെ, ദുർമദഃ ദുർമദൻ എന്ന മിത്രമായും പ്രോക്തഃ പറയപ്പെട്ടു. ഗുദഃ മലദ്വാരത്തെ, നിരുതിഹി നിരുതി എന്നുള്ള അടുത്ത ദ്വാരമായിട്ട് ഉച്യതേ പറയപ്പെട്ടിരിക്കുന്നു. പടിഞ്ഞാറ് വശത്ത് ആസുരി എന്ന നിഗമന മാർഗമുണ്ടെന്നും പുരഞ്ജനൻ അതിലൂടെ ദുർമദൻ എന്ന സഹായിയോടുകൂടെ ഗ്രാമകദേശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്നും പറഞ്ഞിരുന്നു. ഇവിടെ ആസുരി എന്ന് വെച്ചാൽ ജനനേന്ദ്രിയ ദ്വാരമാണ്, ഗ്രാമകം എന്ന ലൈംഗിക സുഖമാണ്, ദുർമദൻ എന്ന സുഹൃത്ത് ഗുഹ്യേന്ദ്രിയമാണ്. അതേപോലെ തന്നെ നിരുതി എന്ന നിഗമന മാർഗത്തിലൂടെ ലുബ്ധകൻ എന്ന സഹായിയോടുകൂടെ വൈശസം എന്നു പേരായ ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചും കൂടെയാണ് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വൈശസം നരകം പായുഹു ലുബ്ധകഃ അന്ധൗ പായുർലുബ്ധകോ അന്ധൗ തുമേ ശൃണു ഹസ്തപാദൗ പുമാൻ താഭ്യാം പുമാൻ സ്ഥാഭ്യാം യുക്തഃ യുക്തോ യാതി കരോതി ച. നരകം നരകം എന്നത് വൈശസം വൈശസ ദേശം. പായുഹു പായു എന്ന ഇന്ദ്രിയമാണ് ലുബ്ധകഃ ലുബ്ധകൻ. നിരുതി എന്നതുകൊണ്ട് മലദ്വാരത്തെയും, വൈശസം എന്നാൽ മലവിസർഗത്തെയും, ലുബ്ധകൻ എന്നാൽ ആ ഇന്ദ്രിയത്തെയുമാണ്, പായു എന്ന അപാന ഇന്ദ്രിയം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ മരണസമയത്ത് മലദ്വാരത്തിൽ കൂടെയാണ് പ്രാണൻ പുറത്തേക്ക് പോകുന്നതെങ്കിൽ അവർ എത്തിച്ചേരുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ നിരുതി ദേവനെ പ്രതിനിധീകരിക്കുന്നതാണ് മലദ്വാരം എന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി സഹായികളുടെ കൂട്ടത്തിൽ നിർവാക് എന്നും പേശസ്കൃത് എന്നും പേരുള്ള 2 അന്ധന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ കാഴ്ചയില്ലാത്തവർ ആരൊക്കെയാണ്? അന്ധൗതു അന്ധന്മാർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മേ ശൃണു എന്നിൽ നിന്ന് കേട്ടുകൊള്ളുക. അവർ ഹസ്തപാദൗ കൈകാലുകളാണ്. പുമാൻ ഈ ജീവൻ അഥവാ ജീവാത്മാവ്, താഭ്യാം യുക്തഃ ഈ കൈകാലുകളോട് ചേർന്നുകൊണ്ട്, കരോതി പ്രവർത്തിക്കുകയും, യാതിശ യാത്ര ചെയ്യുകയും ചെയ്യുന്നു.
നിർവാക് എന്നാൽ പാദം, പേശസ്കൃത് എന്നാൽ കൈകൾ. ഈ രണ്ട് ഇന്ദ്രിയങ്ങൾക്കും മറ്റുള്ളവയ്ക്കുള്ളതുപോലെ സുഷിരമില്ല. അതുകൊണ്ടാണ് ഇവരെ അന്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവയുടെ സഹായമില്ലാതെ ഈ ശരീരത്തിന് ചലിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കുകയും ഇല്ല. ഇത്തരത്തിലുള്ള വ്യാഖ്യാനത്തിലൂടെയാണ് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നവദ്വാരങ്ങളെയും കുറിച്ച് ഈ പുരഞ്ജനോപാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരുന്നു, അവൻ, അതായത് ഈ പുരഞ്ജനൻ എപ്പോഴൊക്കെ വിഷൂചീനൻ എന്ന പ്രധാന സേവകനോടുകൂടി അന്തഃപുരത്തിൽ വന്നിരുന്നുവോ അപ്പോഴെല്ലാം ഭാര്യാമക്കൾ നിമിത്തമായി ഉണ്ടാകുന്ന മയക്കത്തെയോ തെളിമയെയോ സന്തോഷത്തെയോ പ്രാപിച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? 16-ാമത്തെ ശ്ലോകം. അന്തഃപുരം ച ഹൃദയം വിഷൂചിഹി മന വിഷൂചിർമന ഉച്യത്തെ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തദ് ഗുണൈഹി. ഹൃദയം, ഹൃദയം എന്നത് അന്തഃപുരം, അന്തഃപുരമായും, മനഃ മനസ്സ്, വിഷൂചിഹി വിഷൂചീനൻ എന്ന പ്രധാന സേവകനായും ഉച്യത്തെ പറയപ്പെടുന്നു. അവിടെ ഈ ജീവാത്മാവ് തദ് ഗുണൈഹി ആ മനസ്സിൻ്റെ സത്വാദി ഗുണങ്ങൾ നിമിത്തം ചില സമയത്ത് സത്വഗുണം അധികരിച്ചിരിക്കുമ്പോൾ മനസ്സിന് പ്രസാദം, മനഃപ്രസാദം എന്ന് പറയുമ്പോൾ അതൊരു ശാന്തമായ അവസ്ഥയാണ്. അവിടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇല്ല. അതുകൊണ്ടാണ് അത് സത്വഗുണത്തിൻ്റെ അധികരണത്തിൽ വരുന്നത്. ഇനി രജോ ഗുണം അധികരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോൾ ഹർഷമുണ്ടാകുന്നത്, വളരെയധികം സന്തോഷം. എന്നാൽ ആ സന്തോഷം കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഇല്ലാതെയാകും. അപ്പോൾ രജോ ഗുണത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ദുഃഖവും എല്ലാം താൽക്കാലികമാണ്. ഇനി മോഹം, തമോ ഗുണം അധികരിച്ചിരിക്കുമ്പോഴാണ് ഈ മോഹം ഉണ്ടാകുന്നത്. ഇതൊക്കെ പ്രാപ്നോതി പ്രാപിക്കുന്നു. ഭാര്യാമക്കൾ നിമിത്തം എന്ന് പറഞ്ഞത് ഭാര്യ എന്നാൽ ബുദ്ധി, മക്കൾ എന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പരിണാമങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ അത് കൊണ്ടുതരുന്ന ഓരോ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഇതിനെയൊക്കെയാണ് മക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം കർമ്മങ്ങളിൽ ആസക്തനായും കാമവിവശചിത്തനായും സ്ത്രീകളാൽ വഞ്ചിതനായും മൂഢനായും ഭവിച്ച പുരഞ്ജനൻ റാണി എന്തെല്ലാം ആഗ്രഹിക്കുമോ അതെല്ലാം തന്നെ അനുസരിച്ചു എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാ യഥാ വിക്രിയത്തെ ഗുണാക്തോ ഗുണാക്തഃ വികരോതി വാ തഥാ തഥാ ഉപദ്രഷ്ട ആത്മാ തഥോപദൃഷ്ടാത്മാ തദ്വൃത്തിഃ അനുകാര്യത്തെ തദ്വൃത്തിരനുകാര്യത്തെ. യഥാ യഥാ ഏതെല്ലാം പ്രകാരം ഈ ബുദ്ധി, അതായത് റാണിയായ പുരഞ്ജനി വിക്രിയത്തെ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നുവോ അപ്പോൾ ഈ ബുദ്ധിയുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന പുരഞ്ജനൻ ജീവാത്മാവും അതിനെ അനുസരിക്കുന്നു. അപ്പോൾ ഈ പുരഞ്ജനി വികാരപ്പെടുകയോ ഒപ്പം ഈ ജീവാത്മാവിനെ വികരോതിവ വികാരം കൊള്ളിക്കുകയോ ചെയ്യുമ്പോൾ ഗുണാക്തഃ ഈ വക ഗുണങ്ങളാൽ ആസക്തനായിട്ട് അല്ലെങ്കിൽ അതിനൊരു അടിമപ്പെട്ടതുപോലെ ജീവാത്മാവ് താൻ ആരാണെന്ന് മറന്നു പോവുകയാണ്. പൂർണ്ണമായും ഈ ബുദ്ധിക്ക് അടിമപ്പെട്ടിട്ട് അങ്ങനെ ആ ജീവൻ പുരഞ്ജനൻ തഥാ തഥാ ഈ ബുദ്ധി എന്താണോ ചെയ്യുന്നത് അതുപോലെ തദ്വൃത്തിഹി അതിൻ്റെ വൃത്തികളെ, അതായത് ദർശനം, സ്പർശനം, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖം ദുഃഖം എല്ലാം ഉപദ്രഷ്ട, യഥാർത്ഥത്തിൽ ഈ ജീവാത്മാവ് സാക്ഷി മാത്രമാണ്, പക്ഷെ അത് മറന്നു പോവുന്നു. ആ ബുദ്ധിയോടുകൂടെ ചേർന്നിട്ട് ഞാനാണിത് അനുഭവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഉപദ്രഷ്ട. യഥാർത്ഥത്തിൽ ഇതൊന്നും ജീവാത്മാവിനെ ബാധിക്കുന്നതല്ല, പക്ഷേ ജീവാത്മാവിന് തോന്നുന്നു ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ഇത് അധ്യാത്മരാമായണത്തിൽ ആദ്യത്തെ
ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു സ്ഫടികത്തിൻ്റെ അടുത്ത് ചുവന്ന പൂവോ ഏതെങ്കിലും ഒരു വസ്തുവോ വെച്ചാൽ ഈ സ്ഫടികത്തിനും ആ നിറം ഉണ്ടാകുന്നത് പോലെ സ്ഫടികം യഥാർത്ഥത്തിൽ യാതൊരു വിധത്തിലുള്ള നിറവും ഇല്ലാത്തതാണ്. പക്ഷേ ബുദ്ധിയാകുന്ന ഈ ചുവപ്പ് നിറത്തിൻ്റെ വർണ്ണം ഈ ജീവാത്മാവിന് സ്ഫടികത്തിന് ഉണ്ടാകുന്നു എന്ന തോന്നൽ നിമിത്തമാണ് ഇതൊക്കെ ഞാനാണ് അനുഭവിക്കുന്നത് എന്ന് അനുകാര്യത്തെ അനുകരിക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ആ പുരഞ്ജനോപാഖ്യാനത്തിൽ പറഞ്ഞത്, ഈ റാണി മദ്യപിക്കുമ്പോൾ ഈ പുരഞ്ജനനും മദ്യപിക്കും, ലഹരിയിൽ മയങ്ങിയവനായി ഭവിക്കും, അവൾ തിന്നുമ്പോൾ തിന്നും, എന്തെങ്കിലും ചവയ്ക്കുമ്പോൾ ഈ പുരഞ്ജനനും ചവയ്ക്കും, ഇങ്ങനെ പലതും പറഞ്ഞിരുന്നു. ഇതൊക്കെ ബുദ്ധി ജീവാത്മാവിനെ അത്രമാത്രം സ്വാധീനത്തിൽ വച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ റാണിയാകുന്ന ബുദ്ധിയാൽ വഞ്ചിതനായും ആ ബുദ്ധി പറയുന്നതനുസരിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ, അതാണ് സകല ഭൃത്യ അമാത്യാദികളാൽ കൂടി ഈ ജീവാത്മാവ് വഞ്ചിതനായും ഭവിച്ച് അജ്ഞനായിട്ടുള്ള ജീവാത്മാവ് താൻ സർവതന്ത്ര സ്വതന്ത്രനാണെന്ന ആ സത്യത്തെ മറന്ന് ജീവിക്കുന്ന ആ ജീവാത്മാവ് സ്വയം ഇച്ഛിക്കുന്നില്ലെങ്കിലും കൂടെ പാരവശ്യത്താൽ കളിക്കുരങ്ങ് കാണിക്കും പോലെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരധ്യായം അവിടെ അവസാനിച്ചത്. പിന്നീട് 26-ാമത്തെ അധ്യായത്തിൽ പുരഞ്ജനന്റെ നായാട്ടിനെ കുറിച്ചും ഈ പുരഞ്ജനിയുടെ പ്രണയകോപത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. അതെന്താണെന്നാണ് ഇനി പറയുന്നത്. 18-19 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. ദേഹഃ ദേഹോ രഥഃ തു ഇന്ദ്രിയ അശ്വഃ രഥസ്തു ഇന്ദ്രിയ അശ്വഃ സംവത്സരരയഃ അഗതിഃ സംവത്സരരയോ ഗതിഃ ദ്വികർമ്മചക്രഃ ത്രിഗുണധ്വജഃ ദ്വികർമ്മചക്രസ്ത്രിഗുണധ്വജഃ പഞ്ചാസു ബന്ധുരഃ 19-ാമത്തെ ശ്ലോകം. മനോരശ്മിഃ ബുദ്ധിസൂതഃ മനോരശ്മിർബുദ്ധിസൂതോ ഹൃത്നീഡഃ ഹൃന്നീഡോ ദ്വന്ദ്വകൂപരഃ പഞ്ച ഇന്ദ്രിയാർത്ഥ പ്രക്ഷേപഃ പഞ്ചേന്ദ്രിയാർത്ഥ പ്രക്ഷേപഃ സപ്തധാതു വരൂധകഃ. ഇവിടെ രഥത്തിലേറിപ്പോയി എന്ന് പറഞ്ഞു. രഥം എന്നത് ദേഹഃ, ആ ദേഹത്തെയാണ്, ജീവാത്മാവ് കുടികൊള്ളുന്ന ശരീരമാകുന്ന രഥഹാതു രഥമാകട്ടെ. ഇനി ഇന്ദ്രിയ അശ്വഃ, കുതിരകൾ, 5 കുതിരകൾ ഉള്ളതാണ്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളോട് കൂടിയത്. സംവത്സരരയഃ, കാലചക്രം പോലെ ഗമനവേഗം ഉള്ളതായി തോന്നപ്പെടുന്നതാണ് ഈ മനസ്സ്. അവിടെ മനസ്സിനെ കുറിച്ചാണ് അതിൻ്റെ അഗതിവേഗത്തെ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ അഗതിഹി, ഒരു യാത്രയും ചെയ്യാത്തതാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിന് യഥാർത്ഥത്തിൽ എവിടെയും യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഇനി ദ്വികർമ്മചക്രഃ, 2 ചക്രങ്ങൾ എന്നാൽ പുണ്യപാപങ്ങളാകുന്ന കർമ്മങ്ങളാണ്. അതാണ് 2 ചക്രം. ഇനി ധ്വജം, കൊടികൾ, ത്രിഗുണം, സത്വാദി ഗുണങ്ങളായ 3 കൊടികൾ സ്ഥാപിച്ചത്. പഞ്ച അസുബന്ധുരഃ, 5 പ്രാണപ്രവൃത്തികളാകുന്ന കെട്ടുകയറുകളോട് കൂടിയതും. മനോരശ്മിഹി, മനസ്സാണ് കടിഞ്ഞാൺ. ബുദ്ധിസൂതഃ, ബുദ്ധിയാകുന്ന സാരഥിയോട് ചേർന്നതും. ഹൃത്നീഡഃ, ഹൃദയമാകുന്ന ഒരേ ഒരു ഇരിപ്പിടം ഇട്ടിരിക്കുന്നതും. ദ്വന്ദ്വകൂപരഃ, ദ്വന്ദ്വം, സുഖം ദുഃഖം എന്നീ ദ്വന്ദ്വമാകുന്ന നുകങ്ങൾ വെച്ചതും. പഞ്ച ഇന്ദ്രിയാർത്ഥ പ്രക്ഷേപഃ, 5 ഇന്ദ്രിയാർത്ഥങ്ങളാകുന്ന ആയുധങ്ങളുള്ളതും. സപ്തധാതു വരൂധഃ, 7 ധാതുക്കളാകുന്ന മജ്ജ, മാംസം, രക്തം, അസ്ഥി തുടങ്ങിയ സപ്തധാതുക്കളാകുന്ന ആവരണങ്ങളോടു കൂടിയതുമായ
ഈ ശരീരത്തെക്കുറിച്ചാണ് അവിടെ വർണ്ണിച്ചത്, രഥമായിട്ട് പറഞ്ഞത്. ജീവാത്മാവിൻ്റെ സ്വപ്നവിഹാരമാണ്, അതായത് സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു അതാണ് ഈ ശ്ലോകങ്ങളിലൂടെ നായാട്ട് നടത്തി എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം. ജീവാത്മാവാകുന്ന പുരഞ്ജനൻ സ്വപ്നശരീരമാകുന്ന, സ്വപ്നത്തിലും ഒരു ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരം. ആ ശരീരവും സ്ഥൂല ശരീരം പോലെ തന്നെയാണ്. അങ്ങനെ സ്വപ്ന ശരീരമാകുന്ന രഥത്തിൽ പഞ്ചവിഷയകമാകുന്ന പഞ്ചപ്രസ്ഥ വനത്തിലേക്ക് മൃഗയാവിനോദത്തിനായിട്ട് പോകുന്നു. ആ രഥത്തിന്റെ 5 കുതിരകൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, 2 താങ്ങുതണ്ടുകൾ എന്ന് വെച്ചാൽ അഹന്തയും മമതയും, 2 ചക്രങ്ങൾ പുണ്യപാപങ്ങൾ, അച്ചുതണ്ട് എന്നാൽ മായ, 3 കൊടികൾ സത്വാദി ഗുണങ്ങൾ, 5 കെട്ടുകയറുകൾ പഞ്ചപ്രാണങ്ങൾ, കടിഞ്ഞാൺ എന്നാൽ മനസ്സ്, സാരഥി എന്നാൽ ബുദ്ധി, ഇരിപ്പിടം ഹൃദയം, നുകക്കുറ്റികൾ എന്നാൽ ശോകമോഹങ്ങൾ, 5 വിധത്തിലുള്ള ആയുധങ്ങൾ എന്നാൽ ശബ്ദസ്പർശ രൂപരസഗന്ധാദി തന്മാത്രകൾ വിഷയങ്ങളാണ്, 7 ആവരണങ്ങൾ സപ്തധാതുക്കൾ, 5 ഗതിഭേദങ്ങൾ കർമ്മേന്ദ്രിയത്തിൻ്റെ പലതരത്തിലുള്ള വ്യാപാരങ്ങൾ, കൈകാലുകൾ കൊണ്ടൊക്കെ ചെയ്യുന്ന പല വ്യാപാരങ്ങൾ, പൊൻചട്ട എന്നാൽ രജോ ഗുണത്തിൻ്റെ ആവരണം, അമ്പൊടുങ്ങാത്ത ആവനാഴി എന്നാൽ അനന്തമായ വാസനകൾ, 11ാമത്തെ സേനാനി എന്ന് പറയുന്നത് മനസ്സ്. 20ാമത്തെ ശ്ലോകം. ആകൂതിഹി വിക്രമഃ വാഹ്യഃ വാഹ്യോ മൃഗതൃഷ്ണാം പ്രധാവതി ഏകാദശ ഇന്ദ്രിയചമോഹോ ഏകാദശേന്ദ്രിയചമോഹോ പഞ്ചസൂന വിനോദകൃത്. ആകൂതിഹി, ഇത് നേരത്തെ ഒരുമിച്ച് അർത്ഥം പറഞ്ഞതാണ്. 20ാമത്തെ ശ്ലോകത്തിലാണ് അത് ശ്ലോകമായിട്ട് വരുന്നത്. ആകൂതിഹി കർമ്മേന്ദ്രിയങ്ങൾ, വിക്രമഃ ഈ രഥത്തിൻ്റെ ഗതിപ്രകാരങ്ങൾ. അപ്പോൾ സ്വപ്ന സഞ്ചാരവും അല്ലാതെ ഈ ബുദ്ധിയെ കേൾക്കാതെ മനസ്സ് സഞ്ചരിക്കാറുണ്ട് ഉണർന്നിരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഭാര്യയെ കൂട്ടാതെ മൃഗയാവിനോദത്തിന് പോയി എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മതികെട്ടുറങ്ങുന്നു, അവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അപ്പോഴും മനസ്സ് പ്രവർത്തിക്കും. അതേസമയം ഉണർന്നിരിക്കുമ്പോഴും ബുദ്ധിയെ കേൾക്കാതെ, ബുദ്ധി ചില സമയത്ത് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയും, എന്നാലും മനസ്സിനൊരു തോന്നലാണ് അത് ചെയ്താൽ എന്താ. ഇങ്ങനെ മനസ്സ് മാത്രമായി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് അല്ലെങ്കിൽ ചിന്തകളെയാണ് ഈ റാണിയെ കൂട്ടാതെ പുരഞ്ജനൻ പോയി എന്നതിന് അർത്ഥമായി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കർമ്മേന്ദ്രിയങ്ങളുടെ ഗതിപ്രകാരങ്ങൾ എന്ന് പറയുമ്പോൾ ഉണർന്നിരിക്കുമ്പോഴുള്ള നമ്മുടെ ഓരോരോ പ്രവൃത്തിയാണ്. ഏകാദശ ഇന്ദ്രിയ ചമോഹോ 11 ഇന്ദ്രിയങ്ങളാകുന്ന സേനകളോടു കൂടിയിരിക്കുന്ന വാഹ്യഃ ആ വാഹനം ഓടിക്കുന്ന ജീവൻ പഞ്ചസൂന വിനോദകൃത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഹിംസാവിനോദം ചെയ്യുന്നു. അതായത് മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട് നമ്മൾ ഒരാളെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അത് ഹിംസയാകുന്നു. മൃഗയാവിനോദത്തിന് തുല്യമാണ്. ഓരോ മൃഗങ്ങളെയും വധിക്കുന്നതിന് തുല്യമാണ് മനസ്സുകൊണ്ട് അത് ചിന്തിക്കുന്നതും. ഇനി അതേ കാര്യം കൈകൾ കൊണ്ട് ചെയ്താൽ അത് പൂർണ്ണമായും പാപമായി തീരുന്നു. ഇതിനെയാണ്, ഈ വിഷയസേവയെ ആണ് മൃഗയാവിനോദം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ മൃഗതൃഷ്ണാം മരുമരീചിക പോലെ മിഥ്യയായ വിഷയവിഭ്രാന്തിയിലേക്ക് മനസ്സ് പ്രധാവതി പാഞ്ഞു പോകുന്നു. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നവും ഒരുതരം വിഭ്രാന്തിയാണ്. ആ സ്വപ്നത്തിലും നമ്മൾ പല വിധത്തിലുള്ള വിഷയങ്ങൾക്ക് അടിമപ്പെടാറുണ്ട്. ഇനി ഉണർന്നിരിക്കുമ്പോഴും പല രീതിയിലുള്ള ചിന്തകളെ കൊണ്ട് നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നു. ഇതെല്ലാം സത്യമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത്.
എന്നാൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ മരുഭൂമിയിൽ കാണുന്ന ജലം പോലെ, മരീചിക പോലെയാണ്. എന്നാലും എത്രയൊക്കെ ആ തിരിച്ചറിവുണ്ടായാലും പിന്നെയും മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കും, ഈ വിഷയങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും ബുദ്ധി തടയും അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്, എന്നാലും മനസ്സ് കേൾക്കില്ല. അതുകൊണ്ടാണ് ഈ റാണിയെ കൂട്ടാതെ പോയി എന്ന് പറയുന്നത്. ഇത് മാത്രമാണ് പ്രതീകാത്മകമായിട്ട്, അല്ലാതെ റാണിയെ ആശ്വസിപ്പിച്ചതൊക്കെ ഒരു സാധാരണ കഥ മാത്രമാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.